അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാരണം നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് എത്ര മോശം ഒരു അവസ്ഥയാണെന്നുള്ളത് അപ്പം മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ തകർന്ന് പറഞ്ഞപ്പോൾ വണ്ടികൾ വിറ്റു, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കയ്യിൽ നിന്ന് പോയി അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളിതുപോലെ പോയി സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ജോലി, എന്താ ചെയ്യുന്നത്? അപ്പോൾ അവിടെ എല്ലാവരും ടീച്ചേഴ്സ്, ബാങ്കിലെ ആൾക്കാർ, എല്ലാവരും അങ്ങനെയുള്ള ഓഫീസേഴ്സ്. അപ്പോൾ ഞങ്ങൾ നിസ്സാരം കുറച്ച് പേരേ ഉള്ളൂ ഇതുപോലെ ബിസിനസ് പറഞ്ഞ് നടക്കണേ. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജോലി? അപ്പം ജോലി അങ്ങനെ ഒരു ജോലിയല്ല, ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ജോലി ഇല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കണില്ല കേട്ടോ, അവിടെ റിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മൊത്തത്തിലെല്ലാം താളം തെറ്റുക. കാരണം പിള്ളേരുടെ പഠിപ്പാണെങ്കിലും പുതിയ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും ഒത്തിരി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരികയല്ലേ. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാരണം നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത് എത്ര മോശം ഒരു അവസ്ഥയാണെന്നുള്ളത് അപ്പം മനസ്സിലായി. നമ്മൾ ഇത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, 35 പേർക്ക് ജോലി കൊടുത്തിരുന്നു. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ കൊണ്ടാണ് GM ഇപ്പോഴും 1.5-2 കുറയാതെ GM-ന് സാലറി ഇല്ല. ഒരാൾക്ക് ശമ്പളം കൊടുക്കുന്ന ആളോടാണ് ഇവര് നമ്മളോട് പറയുന്നത് ജോലി ഉണ്ടായിരുന്നെങ്കിൽ കൊടുത്തിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണല്ലോ കൊറോണയ്ക്ക്.